മുഴുവൻ കുട്ടികൾക്കും സയൻഷ്യ കോച്ചിങ് സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഹാർദമായ സ്വാഗതം. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു അല്ലേ? 10ാം ക്ലാസ് വരെ നിങ്ങൾ സയൻസ് പഠിച്ചിരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 വിഷയങ്ങളായിട്ടായിരുന്നു അല്ലേ? എന്നാൽ നിങ്ങളിനി +1 സയൻസിൽ ബയോളജി പഠിക്കുന്ന സമയത്ത് ഈ ബയോളജി എന്ന വിഷയം വീണ്ടും 2 വിഷയങ്ങളായി അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് സുവോളജിയും മറ്റൊന്ന് ബോട്ടണിയും. എന്താണ് സുവോളജി, ബോട്ടണി എന്നിങ്ങനെ 2ആയി തരംതിരിക്കാനുള്ള കാരണം എന്ന് നമ്മളൊന്ന് അറിയണമല്ലോ. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങൾ സയൻസ് പഠിച്ചിരുന്ന ബയോളജി എന്നൊരു വിഷയമായിട്ടായിരുന്നു. അപ്പോൾ സുവോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിനെ കുറിച്ചുള്ള പഠനമാണ് സുവോളജിയിൽ ഉൾപ്പെടുന്നത്. നമ്മളടക്കമുള്ള മനുഷ്യരടക്കമുള്ള മുഴുവൻ ആനിമൽസിനെയും കുറിച്ചുള്ള, ജന്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് സുവോളജി എന്ന ആ സയൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നാൽ ബോട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി അബൌട്ട് പ്ലാന്റ്സ് ആണ്, അഥവാ സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ബോട്ടണിയിൽ വരുന്നത്. നമ്മുടെ ചുറ്റുഭാഗത്തും കാണപ്പെടുന്ന വിവിധ തരങ്ങളിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സിനെ സംബന്ധിച്ചും ആ പ്ലാന്റ്സിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രോസസ്സുകളെ സംബന്ധിച്ചുമെല്ലാം പഠിക്കുന്ന സയൻസ് ആണ് ബോട്ടണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ +1 ഇനി ബയോളജി പഠിക്കുമ്പോൾ ബോട്ടണി, സുവോളജി എന്നിങ്ങനെ 2 വിഷയങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ +1 സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ +1 സയൻസിലെ ആദ്യ പാഠം നമ്മളിന്നൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. +1 സയൻസിലെ സുവോളജിയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ലിവിങ് വേൾഡ്, ജീവലോകം എന്ന് വിളിക്കുന്ന ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ. ഈ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളെ സംബന്ധിച്ചാണ് പഠിക്കുന്നത് അല്ലേ? എന്താണ് ഒരു വസ്തുവിന് ജീവനുണ്ട് എന്നതിൻ്റെ അടയാളം എന്താണ്? മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം വളർച്ച അഥവാ ഗ്രോത്ത് എന്ന പ്രോസസ്സ് അല്ലേ? ജീവനുള്ള വസ്തുക്കളൊക്കെ വളരും. നിങ്ങൾക്കറിയാം ഗ്രോത്ത് എന്ന പ്രോസസ്സ്, അതായത് വളർച്ച. ജീവനുള്ള എല്ലാ വസ്തുക്കളും വളർന്നുകൊണ്ടിരിക്കും ആണല്ലോ. ഈ വളരുക എന്ന പ്രോസസ്സ് ജീവനുള്ള വസ്തുക്കളിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ബെഞ്ച്, ഡെസ്ക്, നിങ്ങളുടെ വീട്ടിൽ ടേബിൾ, ഷെൽഫ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ? ഇതൊക്കെ ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് അതിൻ്റെ വലുപ്പം, അതിൻ്റെ സൈസ്, അല്ലെങ്കിൽ അതിൻ്റെ കനം, അതിൻ്റെ മാസ്, ഇതൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ടോ? ഇല്ല, അതെന്നും ഒരേ വലുപ്പമാണ് അല്ലേ? അപ്പോൾ കാരണം എന്താണ്? അവരുടെ വലുപ്പത്തിൽ മാറ്റം വരാതിരിക്കാൻ കാരണം അവർക്ക് വളർച്ച സംഭവിക്കുന്നില്ല. അഥവാ ഗ്രോത്ത് എന്ന പ്രോസസ്സ്, വളർച്ച എന്ന പ്രക്രിയ ജീവനില്ലാത്ത വസ്തുക്കൾക്കില്ല. അത് ആർക്കേ ഉള്ളൂ? അത് ജീവനുള്ള വസ്തുക്കളിൽ മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ സവിശേഷതയാണ്, ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ. രണ്ടാമത്തെ ജീവനുള്ള വസ്തുക്കളുടെ മാത്രം ഒരു സ്വഭാവമാണ് റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം. റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം അഥവാ മക്കളുണ്ടാകുക, സന്താനങ്ങൾ ഉണ്ടാകുക, ആ പ്രോസസ്സ് ജീവനുള്ള വസ്തുക്കളിൽ മാത്രമേ നടക്കുള്ളൂ അല്ലേ? ജീവനില്ലാത്ത വസ്തുക്കൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ 1, 2ആയി മാറി, 2 പുതിയ വസ്തുക്കളായി മാറി, അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല, അവരെന്നും ഒരുപോലെയാണ്. അവരുടെ എണ്ണം കൂടുന്നില്ല, അവർക്ക് സന്താനങ്ങൾ അല്ലെങ്കിൽ മക്കൾ, അടുത്ത തലമുറ ഉണ്ടാകുന്നില്ല. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് തിങ്സ് രണ്ടാമതായി ഉൾപ്പെടുന്നതാണ് റീപ്രൊഡക്ഷൻ. ജീവനുള്ള വസ്തുക്കളുടെ രണ്ടാമത്തെ ഒരു ലക്ഷണമാണ്, പ്രധാന ലക്ഷണമാണ് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം എന്നുള്ളത്. മൂന്നാമത്തെ ഒരു ക്യാരക്ടറാണ് മെറ്റബോളിസം. നമ്മൾ ഈ ഓരോ പ്രോസസ്സും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് ആ ക്യാരക്ടർ മാത്രം പോയിന്റുകൾ നമ്മൾ പറയണേ. മെറ്റബോളിസം എന്താണ്? മെറ്റബോളിസം മലയാളത്തിൽ ഇതിനെ ഉപാപചയം എന്ന് വിളിക്കാറുണ്ട്. ഉപാപചയം. നിങ്ങൾ അനബോളിസം, കാറ്റബോളിസം എന്നീ 2 വാക്കുകൾ പഠിച്ചിട്ടുണ്ടാകും. അനബോളിസം എന്ന് പറഞ്ഞാൽ ഉപജയം, കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപജയം. അനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഉപജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ യൂണിറ്റുകൾ, ചെറിയ തന്മാത്രകൾ കൂടി ചേർന്നൊരു വലിയ സംയുക്തം, ഒരു വലിയ കോമ്പൗണ്ട് ഉണ്ടാവുക,
അതിനെയാണ് നമ്മൾ അനബോളിസം അഥവാ ഉപജയം എന്ന് വിളിച്ചിരുന്നത്. അനബോളിസം അഥവാ ഉപജയം. എന്നാൽ ഒരു വലിയ വസ്തു, ആ ഒരു വലിയ വസ്തു മുറിഞ്ഞ് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ വസ്തുക്കൾ, ചെറിയ യൂണിറ്റുകളായി മാറുക. ആ യൂണിറ്റുകളായി മാറുമ്പോൾ മറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മറ്റൊരു പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? ഇതിൻ്റെ കൂടെ ഊർജം സ്വതന്ത്രമാവും. എനർജി ഈസ് ലിബറേറ്റഡ്. ഊർജം ലിബറേറ്റ് ചെയ്യുന്നു അഥവാ സ്വതന്ത്രമാകുന്നു. ഇത്തരത്തിൽ വലിയ കോംപ്ലക്സ് സബ്സ്റ്റൻസുകൾ, വലിയ സങ്കീർണമായ സംയുക്തങ്ങൾ, ആ സങ്കീർണമായ സംയുക്തങ്ങൾ വിഘടിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ യൂണിറ്റുകളായി മാറുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? കാറ്റബോളിസം അഥവാ അപജയം എന്ന് വിളിക്കുക. അപജയം എന്ന് പറഞ്ഞാൽ ചെറുതാവുക, കുറയുക. ഉപജയം എന്ന് പറഞ്ഞാൽ വലുതാവുക, അനബോളിസം. ഓക്കെ, ഈ രണ്ട് തരം പ്രോസസ്സുകൾ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ, സെല്ലുകളിൽ അഥവാ കോശങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചില വസ്തുക്കൾ, ചെറിയ യൂണിറ്റുകൾ കൂടി ചേർന്ന് വലിയ കോമ്പൗണ്ടുകൾ, വലിയ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു, അഥവാ അനബോളിസം അഥവാ ഉപജയം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോശങ്ങൾക്കകത്ത്, സെല്ലുകൾക്കകത്ത് വലിയ കോംപ്ലക്സ് ആയ സബ്സ്റ്റൻസുകൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അഥവാ അവ വിഘടിക്കപ്പെട്ട് അവ ചെറിയ തന്മാത്രകളായിട്ട് മാറുന്ന പ്രക്രിയയായിട്ടുള്ള അപജയം അഥവാ കാറ്റബോളിസം സംഭവിക്കുന്നുണ്ട്. കുട്ടികളെ, ഈ രണ്ട് തരം പ്രവർത്തനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ അനബോളിസം അഥവാ ഉപജയം എന്ന പ്രക്രിയയും അതുപോലെ തന്നെ കാറ്റബോളിസം അഥവാ അപജയം എന്ന ബ്രേക്ക് ഡൗൺ പ്രോസസ്സ്, വിഘടന പ്രക്രിയ, ഈ രണ്ട് തരം പ്രക്രിയകളെയും കൂടി പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മെറ്റബോളിസം അഥവാ ഉപാപചയം, മെറ്റബോളിസം. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഒരു മൺപാത്രം, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചട്ടി, ഒരു കലം. ഈ കലം നമ്മൾ കുറച്ച് മുകളിൽ ഇങ്ങനെ പൊന്തിച്ചുകൊണ്ട് താഴ്ത്തുകയാണ് ഇടുകയാണ്. നല്ല രസമാണ് കാണാനല്ലേ? അങ്ങനെ ആ മൺകലം താഴ്ത്തുകനിട്ട് എന്ത് സംഭവിക്കും? ആ വലിയ മൺകലം അത് പൊട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി അല്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ ഏതാണ് ഇപ്പോൾ ഈ പ്രക്രിയ? അപജയം അഥവാ കാറ്റബോളിസമാണ്, അപജയമാണ്. മാത്രമല്ല, ആ ചട്ടി പൊട്ടിയപ്പോൾ ശബ്ദം കേട്ടു നിങ്ങൾ അല്ലേ? അതൊരു എനർജി അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സൗണ്ട് എനർജി അല്ലേ? അതൊരു സൗണ്ട് എനർജി, ശബ്ദോർജ്ജം ഉൽപ്പാദിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ അപജയത്തിന് അഥവാ കാറ്റബോളിസത്തിന്. ഓക്കെ, ഇനി ലിവിങ് തിങ്സിൻ്റെ അഥവാ ജീവനുള്ള വസ്തുക്കളുടെ അടുത്ത ക്യാരക്ടർ നോക്കൂ നിങ്ങൾ. എന്താണ് ക്യാരക്ടർ? കോൺഷ്യസ്നെസ്. എന്താണ് കോൺഷ്യസ്നെസ്? കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വബോധം. എന്താണ് സ്വബോധം? അവയർനെസ് ഓഫ് ഇറ്റ് സറൗണ്ടിങ്സ് എന്ന് പറയാം. നമുക്ക് ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവുണ്ട്, ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ധാരണ. അവയർനെസ് അബൌട്ട് സറൗണ്ടിങ്സ്, ചുറ്റുപാടിനെ കുറിച്ചുള്ള ധാരണയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുക. ബോധം പോയാൽ ചുറ്റുപാട് നടക്കുന്ന വല്ലതും നമുക്കറിയോ? ഇല്ല, അത് അബോധാവസ്ഥയാണ്. അതിനെ നമ്മൾ അൺകോൺഷ്യസ്നെസ് എന്ന് പറയാം. അൺകോൺഷ്യസ്നെസ്. ഇത് കോൺഷ്യസ്നെസ് ആണ്, സുബോധം, ബോധമുണ്ട്. പുറത്തു നിന്നുള്ള എന്തെങ്കിലും സ്റ്റിമുലസുകൾ, ഉദ്ദീപനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അല്ലേ? ജീവനുള്ള വസ്തുക്കൾക്കല്ലേ അതറിയാൻ പറ്റുള്ളൂ. ഒരാൾ മെല്ലെ വന്ന് നമ്മളെ ഇക്കിളിയാക്കുകയാണ്, അപ്പോൾ നമ്മളൊന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യും അല്ലേ? റെസ്പോണ്ട് ചെയ്യാനുള്ള കാരണം നമ്മൾ കോൺഷ്യസ് ആയതുകൊണ്ടാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ജീവനുണ്ട്, നമുക്ക് ബോധമുണ്ട് അല്ലേ? അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബോധം എന്ന് പറയാം. സുബോധം, അവയർനെസ് അബൌട്ട് സറൗണ്ടിങ്സ്. അഞ്ചാമത്തെ ഒരു മെയിൻ ക്യാരക്ടർ ഞാൻ പറയട്ടോ. മെയിൻ ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്നുള്ളൂ. അഡാപ്റ്റേഷൻ. എന്താണ് അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലനം എന്ന് വിളിക്കാം. അനുകൂലനങ്ങൾ, അഡാപ്റ്റേഷൻസ്. അതായത് ഒരു ജീവി, ഒരു ഓർഗാനിസം, ആ ഓർഗാനിസം ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിനനുസരിച്ച്, അതിൻ്റെ ആ ചുറ്റുപാട്, എൻവിറോൺമെൻറ്റ്, അതിൻ്റെ ചുറ്റുപാട്, അതിൻ്റെ പരിസ്ഥിതി, ആ എൻവിറോൺമെൻറ്റിനനുസരിച്ച് ആ ചുറ്റുപാടിന് അനുകൂലമായി ജീവിക്കാനുള്ള ചില അനുകൂലനങ്ങൾ, അഡാപ്റ്റേഷൻസ് ആ ലിവിങ് ഓർഗാനിസങ്ങളിലുണ്ടാകും. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒട്ടകം എവിടെ ജീവിക്കാറുള്ളത്? ക്യാമൽ. അത് മരുഭൂമിയിലാണ്, ഡെസേർട്ടിലാണ് കാണപ്പെടുക അല്ലേ? മരുഭൂമിയിൽ അഥവാ വെള്ളം കിട്ടാനുള്ള സാധ്യത പൊതുവേ കുറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ? ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ
വെള്ളം കിട്ടുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിച്ചാൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒട്ടകത്തിനുണ്ട്. ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെടുന്നത്, വാട്ടർ ലോസ് ചെയ്യുന്നത് തടയാനുള്ള പല അഡാപ്റ്റേഷൻസും അനുകൂലനങ്ങളും ഒട്ടകത്തിനുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്തും, ഇത് ആനിമൽസിന് മാത്രമല്ല കേട്ടോ, പ്ലാന്റ്സിനും ഉണ്ട്. പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടലിനടുത്ത് ഉപ്പുള്ള പ്രദേശങ്ങളിൽ സലൈൻ ഏരിയ ഉപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ അത്തരം പ്ലാന്റ്സിന് ചില അനുകൂലനങ്ങൾ ഉണ്ടാകും. ചൂടുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഡെസേർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ വളരുന്ന പ്ലാന്റ്സിന് അവിടെ ജീവിക്കാനുള്ള ചില അനുകൂലനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അഡാപ്റ്റേഷൻ എന്നതാണ്. ഇതൊക്കെ ലിവിങ് ഓർഗാനിസങ്ങളുടെ, ലിവിങ് തിങ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ്. ഇനി ഞാൻ ഈ ക്യാരക്ടറുകളിൽ ഏറ്റവും ആദ്യം പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയാൻ പോകട്ടോ. എന്താണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ക്യാരക്ടർ? ഗ്രോത്ത്, അല്ലെ? ഗ്രോത്ത് അഥവാ വളർച്ച. എന്താണ് ഗ്രോത്തിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കാട്ടോ. ഇൻക്രീസ് ഇൻ ദ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്സ്. വളർച്ചയുടെ സവിശേഷത, വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒന്ന് ഇൻക്രീസ് ഇൻ ദ മാസ്, ആ വസ്തുവിൻ്റെ മാസ്, അതിൻ്റെ കനം, അതിൻ്റെ ഭാരം വർദ്ധിക്കുന്നു, അല്ലേ? നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ അതേ ഭാരമാണ് കുട്ടികൾ എപ്പോൾ ഉള്ളത്? അല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടി. അതാണ് ഇൻക്രീസ് ഇൻ ദ മാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഭാരം കൂടുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജീവനുള്ള വസ്തുക്കളാണെന്നുണ്ടെങ്കിൽ റീപ്രൊഡക്ഷൻ നടന്നുകൊണ്ട്, അവർക്ക് പ്രത്യുൽപാദനം നടന്ന്, റീപ്രൊഡക്ഷൻ നടന്ന് അവർക്ക് എന്തുണ്ടാകുന്നു? മക്കളുണ്ടാകുന്നു, അല്ലേ? അപ്പോൾ വളർച്ചയുടെ സിംറ്റംസ് ആയിട്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്, സവിശേഷതകളായിട്ട് നമുക്ക് പറയാം. ഒന്ന്, ജീവികളുടെ മാസ്, കനം കൂടുന്നു. അതുപോലെ തന്നെ അവയുടെ സൈസും പറയാം. ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് സൈസ് എന്ന് വേണ്ടി നമുക്ക് കൂട്ടിച്ചേർക്കാം. ആ ജീവികളുടെ വലുപ്പത്തിൽ, സൈസിൽ മാറ്റം വരുന്നു. ഇൻക്രീസ് ഇൻ ദ മാസ് ആൻഡ് സൈസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്സ്. വളർച്ച എന്ന് പറയുന്നത്, വളർച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നത്, കനം, മാസ് ഇൻക്രീസ് ചെയ്യുന്നു, സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ മക്കൾ, സന്താനങ്ങൾ, ജീവികൾ, അവയുടെ എണ്ണം കൂടി വരുന്നു. ഇതൊക്കെ വളർച്ചയുടെ സവിശേഷതകളാണ്, അല്ലേ? അപ്പം നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഡെസ്ക്, ആ ഡെസ്ക് കുറേ ദിവസം കഴിയുമ്പോൾ ഡെസ്കിൻ്റെ കനം ഇങ്ങനെ കൂടി വരുന്നുണ്ടോ? മാസ് കൂടി വരുന്നുണ്ടോ? ഇല്ല. ആ ഡെസ്കിൻ്റെ വലുപ്പം ഇങ്ങനെ, സൈസ് ഇങ്ങനെ കൂടി വരുന്നുണ്ടോ? ഇല്ല. ഡെസ്ക് നിങ്ങൾ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഡെസ്കിന് പകരം 2 ഡെസ്കായിട്ട് ആ ഡെസ്കുകളുടെ എണ്ണം, നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ആ ഡെസ്കിന് എന്തില്ല? ജീവനില്ല, അതിന് ഗ്രോത്ത് ഇല്ല, വളർച്ചയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻക്രീസ് ചെയ്യുന്നു, കനം കൂടുന്നു, സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, വലുപ്പം കൂടുന്നു, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻക്രീസ് ചെയ്യുന്നു, അവയുടെ എണ്ണം കൂടുന്നു. ഇതൊക്കെയാണ് വളർച്ചയുടെ സവിശേഷതകൾ. ഓക്കെ, ഇനി കുട്ടികൾ എങ്ങനെയാണ് വളരുക? പ്ലാന്റ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും അതൊക്കെ ലിവിങ് ഓർഗാനിസങ്ങളാണ്, അതൊക്കെ ജീവനുള്ള വസ്തുക്കളാണ്, അല്ലേ? ലിവിങ് ഓർഗാനിസംസ് ആണ് പ്ലാന്റ്സ് അഥവാ സസ്യങ്ങളും ആനിമൽസ് അഥവാ ജന്തുക്കളും. എങ്ങനെയാണ് ഇവർ വളരുന്നത്? നമുക്കറിയാം, ജീവനുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ്, അല്ലേ? അതാണ്, കോശങ്ങൾ ആണ് ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന സെല്ലാണ്. അഥവാ ഒരു വസ്തുവിന് ജീവനുണ്ട് എങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന സെല്ല് കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വളർന്ന് വലുതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സെല്ലുകൾ, കോശങ്ങൾ ഇങ്ങനെ വലുതായി വരിക എന്നുള്ളതല്ല. കോശങ്ങളുടെ വലുപ്പം ഇങ്ങനെ കൂടിയതുകൊണ്ട് നമ്മളിങ്ങനെ വലുപ്പം കൂടുന്നു, അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ആനിമൽസിന് വലുപ്പം കൂടും, അങ്ങനെയാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ വളരുന്നത്, നമ്മുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗ്രോ ബൈ സെൽ ഡിവിഷൻ. എങ്ങനെയാണ്? സെൽ ഡിവിഷൻ നടന്നിട്ടാണ്. സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നു. ഒരു സെല്ല് അത് മെച്യൂറായി കഴിഞ്ഞാൽ, അതിന് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ ആ സെല്ല്, ആ കോശം മുറിയുന്നു. മെച്യൂർ സെൽ ഡിവൈഡ്സ്. പൂർണ്ണ വളർച്ച എത്തിയ കോശം ഡിവൈഡ് ചെയ്യുന്നു, വിഭജിക്കപ്പെടുന്നു. ആ പ്രോസസ്സിനെയാണ്
സെല്ലുകൾ, കോശങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതിനെ, വിഭജിക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? സെൽ ഡിവിഷൻ. നമ്മൾ മലയാളത്തിൽ കോശവിഭജനം എന്ന് വിളിക്കും. കോശവിഭജനം, സെൽ ഡിവിഷൻ. അപ്പം നമ്മുടെ ശരീരത്തിൽ ആദ്യം നമ്മൾ ജനിക്കുമ്പോഴുള്ള അത്ര എണ്ണം സെല്ലുകളല്ല, കോശങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സെല്ലിൽ, നമ്മുടെ ശരീരത്തിൽ ഈ കോശങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരികയാണ്. ഒരു സെല്ല് അത് വളർന്ന് മെച്ചുറായി കഴിഞ്ഞാൽ അത് മുറിഞ്ഞ് രണ്ടായി മാറി. ആ 2 പുതിയ സെല്ലുകൾ അത് വീണ്ടും വളർന്ന് മെച്ചുറായി കഴിഞ്ഞാൽ അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അത് വീണ്ടും ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന ആ സെല്ലുകൾക്ക് വീണ്ടും വളർച്ച സംഭവിച്ച് മെച്ചുറായി കഴിഞ്ഞാൽ അത് വീണ്ടും വിഭജിക്കുന്നു. ഇങ്ങനെ സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അതിങ്ങനെ മുറിഞ്ഞ് ധാരാളം പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ വലുപ്പം കൂടി വരുന്നത്, നമ്മൾ വളരുന്നത്, നമ്മുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്, നമ്മുടെ മാസ് അഥവാ കനം കൂടി വരുന്നത് ഒക്കെ നമ്മുടെ ശരീരത്തിൽ പുതിയതായി ധാരാളം സെല്ലുകൾ, പുതിയതായി ധാരാളം കോശങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സെൽ ഡിവിഷനാണ്, കോശവിഭജനമാണ് സസ്യങ്ങളും ജന്തുക്കളും വളരാൻ കാരണമാകുന്നത്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗ്രോ ബൈ സെൽ ഡിവിഷൻ. ഓക്കെ, അടുത്ത പോയിന്റും കൂടെ പറയട്ടെ. പ്ലാന്റ്സ് ഗ്രോ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ, ബട്ട് ആനിമൽസ് ഗ്രോ ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. എന്താണ് പറഞ്ഞാൽ, പ്ലാന്റ്സ് ഗ്രോ കണ്ടിന്യൂസ്ലി, പ്ലാന്റ്സ് സസ്യങ്ങൾ തുടർച്ചയായി വളർന്നുകൊണ്ടേയിരിക്കുന്നു. ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ, അവരുടെ ജീവിത കാലഘട്ടം അത് മുഴുവൻ വളരെയാണ്. ജീവിതകാലഘട്ടം മുഴുവനും എന്ത് ചെയ്യാണ്? പ്ലാന്റ്സ് വളർന്നുകൊണ്ടേയിരിക്കുന്നു, അതിൻ്റെ വളർച്ച അവസാനിക്കണില്ല. എന്നാൽ നമ്മൾ മനുഷ്യന്മാരുൾപ്പെടുന്ന ആനിമൽസിൻ്റെ, ജന്തുക്കളുടെ പ്രത്യേകത എന്താണ്? ദേ ഗ്രോ ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. അവർ വളരുന്നു, അവരും വളരുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്, ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. പക്ഷേ അതൊരു പ്രത്യേക പ്രായം വരെ മാത്രമേ നമ്മൾ വളരുന്നുള്ളൂ, അല്ലേ? നമ്മൾ എന്നും ആനിമൽസിന് വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ പ്ലാന്റ്സോ അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒറ്റ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ, ഒറ്റ എക്സാമ്പിൾ. നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ ഓർമ്മ വെച്ച കാലത്ത് നിങ്ങളുടെ അമ്മയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ വലുപ്പം നിങ്ങൾക്കറിയാം, അല്ലേ? നിങ്ങൾ പിന്നെയും വളർന്നു ഈ വലുപ്പത്തിലേക്ക് എത്തി. നിങ്ങൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പിന്നെ വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചത് പോലെയുള്ള ഒരു വളർച്ച നിങ്ങളുടെ അച്ഛനോ അമ്മക്കോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അല്ലേ? അതെന്താ അങ്ങനെ സംഭവിക്കാത്തത്? എന്നാൽ നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പ്ലാന്റ്, നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള അല്ലെങ്കിൽ പറമ്പിലുള്ള ഒരു തെങ്ങ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാന്റ്, ഒരു സസ്യം, ആ സസ്യം ഇങ്ങനെ വലുപ്പം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? അമ്മക്കും അച്ഛനും ഒരേ വലുപ്പം. എന്നാൽ അന്നുണ്ടായിരുന്ന തെങ്ങ് ഇന്ന് ഒരുപാട് നീളം വെച്ചിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന മാവ് ഒരുപാട് വലുപ്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ വളർച്ച അവസാനിക്കണില്ല. എന്നാൽ ജന്തുക്കളുടെ, ആനിമൽസിൻ്റെ വളർച്ച അത് ഒരു പ്രത്യേക സമയം വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവ വളരുന്നുള്ളൂ. പിന്നീട് അവക്ക് വളർച്ച സംഭവിക്കുന്നില്ല, ഗ്രോത്ത് സംഭവിക്കുന്നില്ല. ഓക്കെ, പ്ലാന്റ്സ് ഗ്രോ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയുസ്. സസ്യങ്ങൾ, പ്ലാന്റ്സ് അതിൻ്റെ ആയുസ് മുഴുവനും, ലൈഫ് സ്പാൻ മുഴുവനും തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് അത് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, വളർന്നുകൊണ്ടേയിരിക്കുന്നു. ബട്ട് ആനിമൽസ് ഗ്രോ ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. പക്ഷേ ആനിമൽസ് അതൊരു പ്രത്യേക പ്രായപരിധി വരെ, ഒരു പ്രത്യേക വയസ്സ് വരെ മാത്രമേ അവ. ഞാൻ അടുത്ത ഒരു പ്രോസസ്സ് കൂടെ പറയട്ടെ. അതായത് ലിവിങ് ഓർഗാനിസങ്ങളുടെ, ജീവികളുടെ മറ്റൊരു പ്രത്യേകതയായി, മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? റീപ്രൊഡക്ഷൻ ആയിരുന്നു. റീപ്രൊഡക്ഷൻ എന്താ? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീപ്രൊഡക്ഷൻ റെഫേഴ്സ് ടു പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി പൊസസിങ് ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി. പ്രോജനി എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ, മക്കൾ, ന്യൂ ഇൻഡിവിജ്വൽസ് എന്ന് പറയാം, ഓഫ് സ്പ്രിങ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ പ്രോജനി എന്ന് പറഞ്ഞാൽ മക്കൾ, സന്താനങ്ങൾ. പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി, മക്കളുണ്ടാകുന്ന പ്രക്രിയയാണ്. റീപ്രൊഡക്ഷൻ റെഫേഴ്സ് ടു, റീപ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി,
സന്താനങ്ങൾ മക്കൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, മക്കൾ ഉണ്ടാകുന്നു. എന്താണ് കുട്ടികളെ ആ മക്കളുടെ പ്രത്യേകത? പൊസസിങ് അവർക്കുണ്ട് പൊസസിങ് ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്. അവർക്ക് സവിശേഷതകളുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, സ്വഭാവങ്ങളുണ്ട്. എന്താണ് സ്വഭാവം? ആ സ്വഭാവങ്ങളുടെ പ്രത്യേകത എന്താ? മോർ ഓർ ലെസ്, ചിലപ്പോൾ ധാരാളം അല്ലെങ്കിൽ കുറച്ച്, സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്, അവരെ പാരൻസിൻ്റെ ഒരുപാട് സ്വഭാവങ്ങൾ ചിലപ്പോൾ ആ മക്കൾക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ലെസ്, കുറച്ച് സ്വഭാവങ്ങൾ ആ മക്കൾക്ക് ഉണ്ടാവും. അപ്പോൾ മക്കൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സ് അഥവാ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി, മക്കൾ ഉണ്ടാകുന്ന പ്രക്രിയ, ആ പ്രോജനിയുടെ മക്കളുടെ പ്രത്യേകത എന്താണ്? പൊസസിങ് ഫീച്ചേഴ്സ്, അവർക്ക് സ്വഭാവങ്ങളുണ്ട്. എങ്ങനെയുള്ള സ്വഭാവങ്ങൾ? മോർ ഓർ ലെസ് സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്, അവരുടെ പാരൻസിൻ്റെ അതേ സ്വഭാവങ്ങൾ. ചിലപ്പോൾ പാരൻസിൻ്റെ ഒരുപാട് സ്വഭാവങ്ങൾ അവർക്കുണ്ടാവാം, ആ പ്രോജനീസ് ഉണ്ടാവാം, ആ മക്കൾക്ക് ഉണ്ടാവാം. ചിലപ്പോൾ പാരൻസിൻ്റെ കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ പാരൻസിൻ്റെ ധാരാളമോ അല്ലെങ്കിൽ കുറച്ചോ സ്വഭാവങ്ങളുള്ള മക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, റീപ്രൊഡക്ഷൻ, പല തരത്തിലുള്ള റീപ്രൊഡക്ഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട് എന്നും വ്യത്യസ്തങ്ങളായ ജീവികളിലെ ചില റീപ്രൊഡക്ഷനും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഈ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു വിഷയമാണ് കുട്ടികളെ ബയോളജി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ലാതെ വളരെ രസകരമായി, കാരണം നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ബയോളജിയിൽ പഠിക്കുന്നത്, അല്ലേ? നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി. അതുകൊണ്ട് വളരെ രസകരമായി സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു വിഷയമാണ് +1 ബയോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യത്തോടുകൂടെ പഠിച്ച് കൃത്യമായി ആശയം മനസ്സിലാക്കി, വെറുതെ ഒരിക്കലും കാണാതെ പഠിക്കുന്നതിന് പകരം ആശയങ്ങൾ മനസ്സിലാക്കി മാത്രം സയൻസ് വിഷയങ്ങളുടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നേരിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സയൻഷ്യ കോച്ചിങ് സെൻറ്റർ വളാഞ്ചേരിയിലേക്കും കടുങ്ങാത്തുകുണ്ടിലേക്കും ഹാർദമായി ക്ഷണിക്കുന്നു.